പ്രിയപ്പെട്ട എല്ലാവർക്കും കടുപ്പത്തിൽ ഒരു കഥ എന്ന ഈ ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങൾക്കൊപ്പം ഞാൻ ജ്യോതി ഹരിദാസ്. കഥകൾ കേൾക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുമല്ലോ. നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളാണ് കൂടുതൽ കഥകൾ പറയാൻ എനിക്കുള്ള ഊർജം. ഏജിങ് എന്നത് ഒരു സ്വാഭാവികമായ പ്രക്രിയയാണ്. അതിനെ മനോഹരമായ ഒരനുഭവമാക്കാനും കഴിയും. അതുകൊണ്ടാണല്ലോ ഗ്രോയിങ് ഗ്രേസ്ഫുള്ളി ഓൾഡ് എന്നൊരു പ്രയോഗമുള്ളത്. ജീവിതം മനോഹരമായി ജീവിച്ചു വരുന്ന ഒരച്ഛനെയും അമ്മയെയും ഒന്ന് കണ്ടുവന്നാലോ. കടുപ്പത്തിൽ ഒരു കഥയിൽ നമ്മുടെ 8ാമത്തെ കഥയാണ് അച്ഛനും അമ്മയും പിന്നെ ഗീതയും. എന്താ ഇത്ര വലിയ ഒരാലോചന? ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നു. ഇവിടെ ഒന്നുമല്ലാത്ത മട്ടുണ്ടല്ലോ. അടുക്കളവാതിൽ ചേർത്തടച്ചുകൊണ്ട് പുറം വരാന്തയിലേക്ക് ഇറങ്ങുമ്പോൾ അമ്മ സംശയഭാവത്തിൽ ചോദിച്ചു. വരാന്തയിൽ വെയിൽ വീഴാത്ത ഇടം നോക്കി മാറ്റിയിട്ടിരുന്ന ചാരുകസാരയിൽ മുന്നാക്കം ചാഞ്ഞിരുന്ന അച്ഛൻ തല ചിരിച്ച അമ്മയെ ഒന്ന് നോക്കി. അച്ഛൻ്റെ മുഖത്ത് ഒരു ചെറിയ ചിരി വന്നു മാഞ്ഞു പോയത് കാണാതിരുന്ന അമ്മ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കണോ എന്ന് സംശയിച്ച് വരാന്തയിലേക്കിറങ്ങി വിസ്തരിച്ച് ഇരിക്കാനൊരുങ്ങി. കയ്യിൽ കരുതിയിരുന്ന കത്തി നിലത്ത് വെച്ച് അച്ഛനെ ഒന്ന് നോക്കി. ഇളം തിണ്ണയിൽ താഴേക്ക് കാൽ തൂക്കിയിട്ടിരുന്ന അമ്മയെ നോക്കി അച്ഛൻ ശാസനാഭാവത്തിൽ പറഞ്ഞു, ആ കാലിങ്ങനെ താഴോട്ടും തൂക്കിയിട്ടിരിക്കണ്ട. ഇങ്ങനെയൊക്കെ നീ ഇരുന്നിട്ടാണ് രാത്രിയാകുമ്പോൾ കാല് പെരുക്കുന്നു എന്ന് പറഞ്ഞ് എന്നെയും കൂടി വിഷമിപ്പിക്കുന്നത്. അതുമാത്രമല്ല, കുംഭച്ചൂടാണ്. ഉച്ച തിരിഞ്ഞാൽ നല്ല മൂത്ത ജാതികൾ കല്ലിനടിയിൽ എങ്ങാനും വന്ന് കിടക്കാനും മതി. തണുപ്പ് നോക്കിക്കിടക്കണ അവറ്റകൾക്കറിയില്ലല്ലോ നീ മണ്ണാറശാലയിലേക്കും ആമയുടെയിലേക്കും ഒക്കെ വഴിപാട് കൊടുത്തു വിടുന്നതാണെന്ന്. അപ്പോ നമ്മൾ സൂക്ഷിക്കാനുള്ളത് അങ്ങ് സൂക്ഷിച്ചേക്ക, മനസ്സിലായോ? പിന്നെ എത്ര നാളായിട്ട് ഞാൻ പെരുമാറുന്ന അടുക്കളയും വരാന്തയുമാണ്. ഇന്നുവരെ വേണ്ടാത്ത ഒന്നിനെയും ഈ പരിസരത്ത് പോലും കണ്ടിട്ടില്ല. വെറുതെ ഓരോന്ന് പറയുകയാ. മനസ്സിലോർത്തുകൊണ്ട് അമ്മ കാല് മുകളിലേക്ക് കയറ്റി വരാന്തയിലേക്ക് നീട്ടിവെച്ചിരുന്നു. ഇരിപ്പ് സുഖമാക്കാൻ ഒരിത്തിരി പിന്നോട്ട് നിരങ്ങി തൂണിലേക്ക് ചാരി. താഴെ വെച്ച കത്തി കൈ നീട്ടിയെടുത്ത അമ്മ മുണ്ടിൻ്റെ കോന്തലയച്ച് അതിൽ നിന്ന് 2 മുഴുത്ത പേരയ്ക്ക എടുത്തു. വല്ലാതെ പഴുത്തു പോയിട്ടില്ല, എന്നാൽ കടിക്കാൻ പറ്റും താനും. നല്ല പാകം. അച്ഛനോടായി പറഞ്ഞുകൊണ്ട് അമ്മ പേരയ്ക്ക നേരിയതിൻ്റെ തുമ്പുകൊണ്ട് ഒന്നുകൂടി തുടച്ചു. അതിനുശേഷം കഷ്ണങ്ങളാക്കാൻ തുടങ്ങി. 4-5 കഷ്ണം അച്ഛന് നേരെ നീട്ടിയ അമ്മ വീണ്ടും എടുത്തു ചോദിച്ചു, എന്താ ഇന്ന് ഇത്രയ്ക്ക് ആലോചിക്കാൻ? സാധാരണ അടുക്കള ഒതുക്കി വെച്ച് ഞാൻ എത്തുമ്പോഴേക്കും ഉറക്കത്തിലാവാറുള്ളതാണല്ലോ. ഈ ഉണർന്നിരിക്കലും ചിന്തയും ഒന്നും പതിവുള്ളതല്ലല്ലോ. അതാ ഇപ്പോൾ നന്നായത്. ഉച്ചയ്ക്ക് ഉറങ്ങരുത്, അതുകൊണ്ടാണ് രാത്രി ഉറക്കം വരാത്തത് എന്ന് നീ തന്നെയല്ലേ പറയാറുള്ളത്. അതുകൊണ്ട് ഇന്നുറങ്ങാതെ നിന്നെയും നോക്കിയിരുന്നപ്പോൾ അതും കുറ്റം. അല്ലെങ്കിൽ തന്നെ ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ ഇരുന്നാൽ ഉറങ്ങാറില്ലടോ. വെറുതെ ഒന്ന് മയങ്ങും. പിന്നെ ഉറങ്ങി എന്ന് നീ പറയുമ്പോൾ ഞാൻ അങ്ങ് സമ്മതിച്ചു തരുന്നു എന്നേ ഉള്ളൂ, അത്ര തന്നെ. അതെ, ചിലപ്പോൾ കൂർക്കവും വലിക്കും ചില ആളുകൾ മയക്കത്തിൽ. അമ്മ ചെറുചിരിയോടെ ഒരു കഷ്ണം പേരയ്ക്ക വായിലിട്ടു. എന്തോ അത്യാവശ്യ കാര്യം ചെയ്യാൻ എന്നതുപോലെ മുറ്റത്തെ തെങ്ങിൽ നിന്ന് താഴെ കോടിയിറങ്ങി വന്ന അണ്ണാൻ അമ്മയുടെ ചിരിയിൽ പങ്കുചേർന്നിട്ട് വന്നതുപോലെ തന്നെ തിരിച്ചോടി. ആ പറഞ്ഞത് നീ എന്നെ ഒന്ന് തോണ്ടിയതാണെന്ന് എനിക്ക് മനസ്സിലായി. നടക്കട്ടെ. ഇന്ന് ആപ്പിൾ തീർന്നു പോയോ? ഒന്ന് ഫോൺ വിളിച്ചു പറഞ്ഞേക്കൂ. നാരായണൻ കട അടച്ചു വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരും. അച്ഛൻ കസേരയിൽ പിന്നോട്ടിരുന്നു കൊണ്ട് അമ്മയോടായി പറഞ്ഞു. തീർന്നിട്ടില്ല. ഇതിന്ന് നമ്മുടെ പറമ്പിലെ പേരയിൽ നിന്ന് കിട്ടിയതാണ്. തെങ്ങിനിടകത്താൻ വന്ന കൊച്ചൂട്ടി പറിച്ചുകൊണ്ട് തന്നതാണ്. ഊണ് കഴിഞ്ഞ് ഫ്രൂട്ട്സ് കഴിക്കണമെന്നല്ലേ ഉള്ളൂ. അതിപ്പോൾ പേരയ്ക്കായാലും തരക്കേടൊന്നുമില്ല. അമ്മ അച്ഛനെ നോക്കി. എന്തൊരു ചിട്ടവട്ടങ്ങളാണ് മൂപ്പർക്ക് ഇപ്പോഴും. 80-ാം വയസ്സിലും കയ്യിൽ നിന്ന് കടിഞ്ഞാൻ കളയാൻ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചികഞ്ഞ് അന്വേഷിക്കുന്നത്. ഉച്ചയൂണും കഴിഞ്ഞ് വരാന്തയിലെ ഈ ഇരിപ്പിലാണ് വീട്ടുകാര്യങ്ങളും നാട്ടുവിശേഷങ്ങളും ഒക്കെ തമ്മിൽ പറയുന്നത്.
എത്ര വർഷമായുള്ള പതിവാണ്. അതിനിടയ്ക്ക് ചിലപ്പോൾ കൂർക്കം വലിയും കേൾക്കാം. എന്തൊക്കെയോ ചിന്തയിൽ മുഴുകിയിരുന്ന അച്ഛൻ അമ്മയുടെ കുസൃതി നോട്ടം വന്നു തൊട്ടുപോയത് അറിഞ്ഞതേയില്ല. ഉച്ച തിരിഞ്ഞാൽ പിന്നെ ഈ വരാന്തയിൽ നല്ല സുഖമുള്ള പടിഞ്ഞാറൻ കാറ്റാണ്. പിന്നിലത്തെ 2 പറമ്പ് മാറി പാടമാണ്. ഇപ്പോൾ കൃഷിയൊന്നുമില്ലെങ്കിലും പാടം നികത്തി ഇതേവരെ വീടൊന്നും വന്നിട്ടില്ല. സദാസമയവും കാറ്റിൻ്റെ ഒരു ലാഞ്ചനയാണ്. അതിൻ്റെ ഒരു സുഖവും ഒരു കുളിർമയും ഇവിടെ എപ്പോഴും ഉണ്ട്. എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ കിട്ടുന്ന ഈ ഒരു സ്വസ്ഥതയും തെളിമയും മറ്റൊരിടത്തും തോന്നിയിട്ടില്ല. ഉച്ചയൂണ് കഴിഞ്ഞുള്ള ഈ കിടപ്പ് ഓർമ്മകളിലൂടെയുള്ള ഒരു സഞ്ചാരവും കൂടിയാണ്. ഈ കിടപ്പ് അങ്ങനെ വെയിൽ മായണതുവരെ ഉണ്ടാവും. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് മയങ്ങി കൂർക്കം വലിച്ചാൽ പിന്നെ അവൾക്ക് സന്തോഷമായി. അതും പറഞ്ഞ് ചിരിക്കാമല്ലോ. തങ്കത്തിന് പിന്നെ ഉച്ചയ്ക്കും ഉറക്കമില്ല. എന്തെങ്കിലും പേപ്പർ കഷ്ണം എടുത്തു വെച്ച് അതും വായിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. ഈയിടെയായി കണ്ണു പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു. അടുപ്പിച്ചും അകത്തിയും ഒക്കെ നോക്കുന്നത് കാണാം. കാണാൻ ബുദ്ധിമുട്ടുണ്ടായാലും ഒന്നും പറയില്ല. അതാണ് അവളുടെ ഒരു രീതി. ഇനി അടുത്ത ചെക്കപ്പിന് പോകുമ്പോൾ കണ്ണടയുടെ പവർ മാറ്റാറായോ എന്ന് നോക്കാൻ പറയണം. അമ്മയെക്കുറിച്ച് ഓർത്തപ്പോൾ അമ്മയുടെ നേരെ നോക്കാതിരിക്കാനായില്ല. തൂണിൽ ചാരിയിരുന്ന് തന്നെ സൂക്ഷിച്ചു നോക്കുന്ന കണ്ണുകളിലെ ഭാവം കണ്ടപ്പോൾ അച്ഛൻ തനിയെ പറഞ്ഞു, ഓരോരോ കാര്യങ്ങളിങ്ങനെ ഓർത്തിരുന്നു പോയി കുട്ടി. വർഷങ്ങൾക്ക് പിന്നിൽ നിന്നുള്ള ആ വിളി കേട്ട അമ്മയ്ക്ക് അച്ഛൻ്റെ കുട്ടിയാകുന്നത് പോലെ തന്നെ തോന്നി. എന്തിനെന്നില്ലാതെ തനിയെ ഒന്ന് മൂളി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയ അമ്മയുടെ കണ്ണുകളിൽ ചോദ്യഭാവമായിരുന്നു. ഇന്ന് കല്യാണം വിളിക്കാർ വന്ന് പോയതിൽ പിന്നെയാണല്ലോ ഇത്ര ആലോചന. കല്യാണക്കാരോ? ആഹാ, അപ്പോഴേക്കും അത് മറന്നോ? ഉച്ചയ്ക്ക് ഊണിന് മുൻപേ വന്നില്ലേ നമ്മുടെ കൃഷ്ണപിള്ളയുടെ ഭാര്യയും മകളും കൂടെ? ഓ ശരിയാണല്ലോ, കല്യാണക്കാര്യം ഞാൻ അങ്ങ് വിട്ടുപോയി. അവർ വന്നിട്ട് പോയപ്പോൾ മുതൽ സത്യത്തിൽ പഴയത് പലതും ഇങ്ങനെ തെളിഞ്ഞു വരുന്നടോ. എത്ര നാൾ തറവാട്ടിൽ നിന്നതാണ് കൃഷ്ണൻ. അച്ഛൻ ഒരു നീണ്ട ശ്വാസം എടുത്ത് തുടർന്നു. ഞാനും കൃഷ്ണപിള്ളയും ഒരേ പ്രായമായിരുന്നു. ചെട്ടിപ്പിള്ള എന്ന് വിളിച്ച കുറേ അവനെ കളിയാക്കിയിട്ടുള്ളതാണ്. അച്ഛൻ്റെ മുഖത്ത് പ്രായത്തിന് പിടികൊടുക്കാത്ത എന്തൊക്കെയോ ഓർമ്മകളുടെ നിഴൽ വീശി. അതുകൊണ്ടിപ്പോൾ എന്താ ഇനി ആവശ്യമില്ലാത്തത് ഓരോന്ന് പറഞ്ഞു തുടങ്ങണ്ട. അച്ഛൻ പറഞ്ഞു തുടങ്ങുന്നത് എങ്ങോട്ടെത്തും എന്നറിയാവുന്നത് കൊണ്ട് അമ്മ ഇടയ്ക്ക് വെച്ച് അച്ഛൻ്റെ ശ്രദ്ധ തിരിക്കാൻ നോക്കി. അതുകൊണ്ട് എനിക്കും പോകാറായി എന്നൊന്നും അല്ലടോ ഞാൻ പറയാൻ വന്നത്. ഒരു ചെറിയ ചിരിയോടെ അച്ഛൻ അമ്മയെ നോക്കി. നീ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഗീത വായിച്ച് അതിൻ്റെ വ്യാഖ്യാനവും ഒക്കെ കേൾപ്പിക്കുമ്പോൾ മനസ്സിൽ പലപ്പോഴും തോന്നാറുണ്ട്, ഇനി ഈ സംസാരബന്ധം ഒക്കെ വിട്ടുപോകണം, അതിനുള്ള പ്രായമായി എന്നൊക്കെ. എന്നാൽ ഇന്ന് കൃഷ്ണപിള്ളയുടെ ഭാര്യയെ കണ്ടപ്പോൾ എൻ്റെ മനസ്സു മാറി. അമ്മ പേരയ്ക്ക ചവയ്ക്കുന്നത് ഒരു നിമിഷം മറന്നു അച്ഛനെ സൂക്ഷിച്ചു നോക്കി. ആ നോട്ടം കണ്ടപ്പോൾ അച്ഛന് ചിരി വന്നു. വയസ്സ് എത്ര ആയാലെന്താ, ചില കാര്യങ്ങളിൽ ഇവൾ ഇപ്പോഴും പഴയ തങ്കം തന്നെയാണ്. അമ്മയെ കൂടുതൽ കുഴക്കാതെ അച്ഛൻ തുടർന്നു. അല്ല, ഞാൻ നിന്നെ ഇട്ടിട്ട് അങ്ങനെ പോകണ്ട എന്ന് വെച്ചു. ഇന്നിപ്പോൾ വന്ന് അവര് ഓടി നടക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് നീ ഒറ്റയ്ക്കാവുന്നതിൽ മാത്രമല്ല, ഇന്നലെ തന്നെ കണ്ടില്ലേ അമ്മാതിരി തമാശകളൊക്കെ പിന്നെ നീ തന്നെ ചിരിച്ചു തകർക്കേണ്ടി വരില്ലേ? അച്ഛൻ പറഞ്ഞു നിർത്തിയതും അമ്മയ്ക്ക് ചിരി പൊട്ടിപ്പോയി. ഓർക്കുന്തോറും ചിരി സഹിക്കാൻ വയ്യ. സ്കൂളിലെ പുനർനിർമ്മാണ ഫണ്ട് സമാഹരണത്തിനാണ് ഹെഡ് മാസ്റ്റർ വന്നത്. പഴയ പരിചയമായതുകൊണ്ട് കാപ്പു കുടിക്കാൻ അകത്തേക്കും വന്നു. കയ്യും മുഖവും കഴുകി നിവർന്ന അങ്ങേരുടെ തല അയയിൽ തൂക്കിയിട്ടിരുന്ന അമ്മയുടെ ബ്ലൗസിലാണ് കൊണ്ടത്. മുഖം തുടച്ച് തിരിഞ്ഞ സാറിൻ്റെ വെപ്പുമുടി ബ്ലൗസിൽ തൂങ്ങിയാടുന്ന കാഴ്ച കണ്ട അച്ഛനാണ് തുടങ്ങിയത്. അതിഥി മര്യാദയോർത്ത് ചിരി പൊട്ടാതെ രംഗത്ത് നിന്ന് മാറി നിന്ന അമ്മയ്ക്കും പിന്നെ അടക്കാനായില്ല. സാർ ഒരു വിധത്തിൽ മുടി തിരികെ എടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. ആ തിരക്കിൽ അങ്ങേരവിടെ മറന്നു വെച്ചുപോയ പച്ചക്കുതിരയാണ് അമ്മ ഇന്നലെ രാത്രി വായിച്ചത്. ചിരി ഒതുക്കി എണീക്കാൻ വട്ടം കൂട്ടിക്കൊണ്ട് അമ്മ പറഞ്ഞു, മയങ്ങുന്നില്ലെങ്കിൽ ഞാൻ പോയി ഗീത എടുത്തു വരാം.
കുറച്ച് വായിക്കാം. എണീക്കാൻ തുടങ്ങിയ അമ്മയെ കൈ നീട്ടി തടഞ്ഞുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ വേണ്ട കുട്ടി. ഗീത പറയുന്നത് പോലെ ആശാപാശം ഉപേക്ഷിച്ച് പോകാനുള്ള മനസ്സൊന്നും എനിക്ക് വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇത്രനാൾ നീ വെറുതെ അതൊക്കെ എന്നെ വായിച്ചു കേൾപ്പിച്ചു. അതിൽ ആചാര്യൻ പറയുന്നത് പോലെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയുള്ള മനോഭാവം ഒന്നും എനിക്കില്ല. എനിക്കിപ്പോഴും നിന്റെ ഒപ്പം തന്നെ ഇരുന്ന് മതിയായ മട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനെ ഗീതയൊക്കെ കേട്ട് പോകുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ തങ്കം, എനിക്ക് തോന്നുന്നു സത്യത്തിൽ ചെറുപ്പകാലത്താണ് ഗീതയൊക്കെ വായിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അതിൽ പറയുന്ന മിക്ക കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി അവനവനിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ നമ്മുടെ മാത്രമല്ല ചുറ്റുമുള്ള ജീവിതങ്ങൾ കൂടി എത്ര സുഖകരമാകും. മാറ്റം വരുത്തിയിട്ട് എന്തെങ്കിലും കാര്യമുള്ള പ്രായത്തിൽ അതൊന്നും ചെയ്യാതെ ഇനി പറഞ്ഞു വന്നത് മുഴുമിപ്പിക്കാതെ അച്ഛൻ നിർത്തി ഒരു നിമിഷം അമ്മയെ നോക്കി. എന്താ, വയ്യായിക എന്തെങ്കിലും ഉണ്ടോ? ആവശ്യമില്ലാതെ ഇന്ന് കൂടുതൽ സംസാരിച്ചു. അമ്മ കൈകുത്തി സംഭ്രമത്തോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എനിക്കൊന്നുമില്ല, നീ വെറുതെ തട്ടിപ്പിടഞ്ഞ് എഴുന്നേൽക്കണ്ട. ഗീതയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇന്ന് കല്യാണം വിളിക്കാൻ വന്ന ആ കുട്ടിയുടെ പേരും അതുതന്നെയല്ലേ പറഞ്ഞത്? ഗീത, കൃഷ്ണപിള്ളയുടെ പേരക്കുട്ടി. അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? എന്തൊരു ചോദ്യമാണിത്. പൈസ ആയിട്ട് തന്നെ കൊടുക്കണം, അതാവും നല്ലത്. അവർക്ക് എത്ര കൊടുത്താലും ഉപകാരമല്ലേ ഉള്ളൂ. അത്ര സാധുക്കളാണ്. ഈ വിളിക്കാൻ വരുന്നത് തന്നെ എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ്. 2 ദിവസം കഴിഞ്ഞ് ഇറങ്ങാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പെൻഷനും വരുമല്ലോ. എണീറ്റ സ്ഥിതിക്ക് ഇനി കാപ്പി എടുത്തേക്കാം എന്ന് സ്വഗതം പറഞ്ഞുകൊണ്ട് അമ്മ ഏതോ ചിന്തയിൽ അകത്തേക്ക് തിരിഞ്ഞു. തങ്കം, നിൽക്കൂ, ഞാനൊരു കാര്യം പറയട്ടെ. നീ എതിര് പറയുമോ? എൻ്റെ ആ ഘടികാരത്തൊടല് കള്ളന്മാരെ പേടിച്ച് ലോക്കറിലിരിക്കാൻ തുടങ്ങിയിട്ട് 3-4 വർഷമായി. അതവിടെ ഇരുന്നിട്ട് എന്തെടുക്കാനാണ്? 5 പവൻ തികച്ചുമുണ്ട്. അത് ഈ കുട്ടിക്ക് കൊടുത്താൽ അവർക്കെങ്കിലും ഉപകാരമാവില്ലേ? ഏതായാലും മാലയും മറ്റുമിട്ട് നമ്മൾ രണ്ടാളും ഒറ്റയ്ക്കുള്ള ഈ വീട്ടിൽ. പറഞ്ഞു വന്നത് ഓർക്കാപ്പുറത്ത് അറിഞ്ഞ സ്പർശനത്തിൽ പാതിയിൽ വെച്ച് നിർത്തിയ അച്ഛൻ തിരിഞ്ഞു നോക്കി. പിന്നിൽ വന്ന് തൻ്റെ കസേരയോട് ചേർന്ന് നിൽക്കുന്നു തങ്കം. നെറുകയിൽ തലോടുന്ന അവളുടെ കൈകൾക്ക് എന്തൊരു ചൂടാണ്. വർഷങ്ങൾ പിന്നോട്ട് പോകുന്ന പോലെ ഭസ്മവും കുട്ടിക്കുറ പൗഡറും കൂടിക്കലർന്ന ആ മണം. ശരീരത്തിന് ഒരു ഭാരമില്ലായ്മ ഉണ്ടാവുന്നത് അച്ഛൻ അറിഞ്ഞു. മുൻപൊക്കെ സ്നേഹം കൂടി തങ്കക്കുട്ടി എന്ന് വിളിക്കുമ്പോൾ അവളിൽ കണ്ടിരുന്ന അതേ ചിരി. അപ്പോൾ ഞാൻ ഗീത വായിക്കുന്നതിനൊക്കെ പ്രയോജനമുണ്ടല്ലോ, അത് മതി. വായിക്കുന്നതൊക്കെ ജീവിതത്തിൽ നടപ്പിൽ വരുത്തുകയല്ലേ. നമ്മൾ ഇനിയും എത്രയോ ദൂരം പോകാനുണ്ട് അല്ലേ? ജീവിതം എത്ര ബാക്കി കിടക്കുന്നു. ഇന്നിത്തിരി മധുരമിട്ടൊരു കാപ്പി ഞാനും കുടിച്ചു കളയാം. പോകാൻ തിരിഞ്ഞ തങ്കത്തിനെ കൈ എത്തിപ്പിടിച്ച് ചേർത്ത് നിർത്തി. നീല ഞരമ്പുകൾ എഴുന്നു നിൽക്കുന്ന ആ മെലിഞ്ഞ കൈകൾക്കുള്ളിൽ മുഖമമർത്തിയപ്പോൾ മനസ്സിൽ തെളിഞ്ഞത് നെയ്വിളക്കുകൾ നിറഞ്ഞു കത്തുന്ന കതിർമണ്ഡപമാണ്. നേരിയ ഒരു വിറയലോടെ തന്നോട് ചേർന്ന് നിന്ന ഒരു പെൺകുട്ടിയും. ഒപ്പം താണ്ടിയ ദൂരങ്ങൾ വലിയ വ്യത്യാസമൊന്നും ഇപ്പോഴും അവൾക്ക് വരുത്തിയിട്ടില്ല. ഇനി എത്രയോ ദൂരം ഒരുമിച്ച് തന്നെ എന്നൊരു വിശ്വാസം പകർന്ന ധൈര്യം മനസ്സിലും ഉടലിലും അച്ഛൻ അനുഭവിച്ചു. രണ്ടിമകൾക്കിടയിലെ നനവിനെ കണ്ണീരെന്ന് തിരിച്ചറിഞ്ഞ അച്ഛന് അതെന്തിനാണെന്ന് മാത്രം മനസ്സിലായില്ല. എന്നാലും കാപ്പിക്ക് മധുരം വേണ്ട കുട്ടി. കഴിഞ്ഞ മാസം 150 എനിക്ക് ഓർമ്മയുണ്ടേ. ഒരു ചെറു ചിരിയോടെ അമ്മയെ വിട്ടുകൊണ്ട് അച്ഛൻ പറഞ്ഞു. നമ്മുടെ ഇന്നത്തെ കഥ അച്ഛനും അമ്മയും പിന്നെ ഗീതയും നിങ്ങൾക്കൊക്കെ ആസ്വാദ്യമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും കഥ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനായി ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ. ബെല്ലൈക്കൺ മറക്കരുതേ. അപ്പോൾ ഇനി അടുത്ത ആഴ്ച വീണ്ടും മറ്റൊരു കഥയുമായി നിങ്ങളെ കാണാം.